ഓടിക്കളയും. എന്താ രഘുവേട്ടാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും വിശേഷമുണ്ടോ? ഉണ്ടോ? നീ എന്റെ ജീവിതത്തിൽ പുതിയ വിശേഷങ്ങൾ ഉണ്ടാക്കി തരുവാണല്ലോ. എടാ, എന്നെ തകർത്തിട്ട് നിനക്ക് എന്ത് നേട്ടം ഉണ്ടാകാൻ പോകുന്നേ? നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാടാ. ആദ്യം നിനക്ക് ആ വീഡിയോ ഉടനെ കിട്ടിയെന്ന് പറ. ആരാ നിനക്ക് തന്നെ? എടാ, നീ എന്തിനാണ് അത് ചീരന് അയച്ചു കൊടുത്തേ? ഓ, അതായിരുന്നോ കാര്യം? നിങ്ങൾ കയ്യെടുത്തേ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞാ പോരെ? എന്നാ പറടാ, പറ. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ല രഘുവേട്ടാ. ആ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുക. എന്റെ കയ്യിൽ കിട്ടിയപ്പോ ഞാൻ അതെന്റെ ഭാര്യക്ക് അയച്ചു കൊടുത്തു. അതിന്റെ തെറ്റ്? ആ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തൊന്നല്ലോ. പക്ഷെ നീ അത് വെച്ച് എന്റെ കുടുംബ പ്രശ്നത്തിന്റെ മേലെ ഒരാണി കൂടി അടിച്ചു വെച്ചു. അതിനായിരുന്നില്ല നിന്റെ ലക്ഷ്യം. എന്നിട്ട് ആ വീഡിയോ ചീരുവിലൂടെ അമ്പിളിയിൽ എത്തിക്കുക. അതിലെന്തായാലും നീ ജയിച്ചു. വാ, നീ ഇനി എനിക്കെതിരെ ഒന്നും ചെയ്യരുത്. നീ എന്നെ ദ്രോഹിക്കുമ്പോഴേ വേദനിക്കുന്നത് എന്റെ കുടുംബത്തിനാ. എനിക്ക് നഷ്ടപ്പെടുന്നതേ എന്റെ ഭാര്യയും മകളുവാ. എന്റെ രഘുവേട്ട, ഞാനത് സത്യമായിട്ട് അമ്പിളി ചേച്ചിയെ കാണിക്കാൻ വേണ്ടി അയച്ചതല്ല. ചീരു അത് ചേച്ചിയെ കാണിക്കുമെന്ന് വിചാരിച്ചതല്ല. എന്താ അവൾ അങ്ങനെ ചെയ്തതെന്ന് ഞാൻ അവളോട് ചോദിച്ചോളാം. വേണ്ട, നീ ഇനി ആരോടും ഒന്നും ചോദിക്കാൻ പോകണ്ട. അതുകൊണ്ട് എനിക്കുണ്ടായ നഷ്ടം നികത്താൻ കഴിയില്ലല്ലോ. കഴിയോ? ഇതേ നിനക്കുള്ള അവസാന വാണിംഗാ. ഇനി നീ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്താ എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരുത്തൻ ഈ ഭൂമിയിൽ അങ്ങ് വേണ്ടാന്ന് ഞാൻ തീരുമാനിക്കും. ആർക്കും വേണ്ടത് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് സുഖം അങ്ങ് ജയിലിൽ കിടക്കുന്നതാ. ഹലോ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങളെ തള്ളി പറയുന്നുണ്ടെങ്കിലേ അത് എന്റെ കുറ്റം കൊണ്ടല്ല, നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടാ. എന്നെ കൊല്ലുന്നതിന് പകരം നിങ്ങളെ തേച്ച ആ പെണ്ണിനെ പോയി കൊല്ല്, ആ ആമിയെ. അവള് ചത്ത നിങ്ങൾക്ക് ജയിലിലും കിടക്കാം, അമ്പിളി ചേച്ചിക്ക് സമാധാനം ആവുകയും ചെയ്യും. നിന്റെ മരണം നീ എന്നോട് ഇരന്ന് വാങ്ങരുത്. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി നിൽക്കാൻ ഞാൻ. ചില കാര്യങ്ങളോട് എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്, അല്ലെങ്കിൽ തീർത്തന്നെ ഞാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അനിയത്തി ചീരും അവരുടെ മക്കളും അനാഥരായി പോകും. അല്ല, നിങ്ങൾക്കിപ്പോ അങ്ങനെ ആരെക്കുറിച്ച് ഒരു ചിന്തയില്ലല്ലോ. എനിക്ക് നല്ല ചിന്തയുണ്ടാ. അതുകൊണ്ട് ഇനി ഞാൻ ചീരുവിന്റെ മക്കളെ നിന്റെ കൂടെ എന്തായാലും അയക്കില്ല. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. ഇപ്പോഴും രഘുവേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലോ. ഇനിയിപ്പോ അതന്നെ തുടർന്നു. പക്ഷേ അതുകൊണ്ടൊന്നും എന്റെ ശ്രമങ്ങൾ ഞാൻ ഉപേക്ഷിക്കില്ല. ചീരുവും മക്കളും എന്റെ സ്വന്തമാകുന്നതുവരെ ഞാനത് തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെപ്പോലെ പ്രതികാരമല്ല എൻ്റെ മാർഗം, സ്നേഹവും ക്ഷമയും ഒക്കെയാണ്. അതിലൂടെ ഞാൻ അവരെ കീഴടക്കും. അവരെ ഞാൻ എൻ്റെ സ്വന്തം ആക്കുകയും ചെയ്യും. അനന്തം മാഷെന്നൊരു അച്ഛൻ ഇപ്പോഴും ഉണ്ടല്ലോ, കാര്യമൊന്നുമില്ല. എന്നാലും എൻ്റെ സ്നേഹത്തിന് മുമ്പിൽ തലകുണിച്ച് അദ്ദേഹം തൻ്റെ മകളെയും പേരക്കുട്ടികളെയും എൻ്റെ കൈപിടിച്ച് ഏൽപ്പിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് രഘുവേട്ടാ. എന്നാ പിന്നെ ശരി, ഇന്നത്തെ എൻ്റെ ശിക്ഷ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. നീ ചെവി നുള്ളിക്കോടാ. നിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാടാ. നീ പുറത്ത് പറയുന്നതും പുറത്ത് കാണിക്കുന്നതൊന്നും അല്ല നിന്റെ ഉള്ളിലെ രൂപമെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നവനാ ഞാൻ. നിനക്കെന്നോട് പകയാ. ആ പക തീർക്കാൻ നീ എന്തും ചെയ്യും. കള്ളനെ പോലെ പുറകെ നിന്ന് കുത്തും, സ്നേഹം ഭാവിച്ച് കഴുത്തറക്കും. അതുകൊണ്ടേ നിന്റെ വിനയത്തിന് സ്നേഹത്തിനൊന്നും രഘു വീഴാൻ പോകുന്നില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാനെന്ത് ചെയ്യാൻ? എനിക്ക് ആരോടും ഒരു പകയില്ല രഘുവേട്ടാ. എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നടക്കും, എൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കണം, അതുമാത്രമേ ഉള്ളൂ. അതിന് രഘുവേട്ടൻ എൻ്റെ കൂടെ നിന്നാ നിങ്ങളുടെ കൂടെ ഞാനും നിൽക്കും. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു. പറയോ?
ദേ ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. രഘുവായിട്ടൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ കാര്യത്തിൽ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിലും നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാം. എന്ത് പറയുന്നു? പോടാ പോ. നിന്റെ കൂടെ ഒരുമിച്ച് പോകുന്നതിനേക്കാൾ നല്ലതേ ഞാൻ ജയിലിൽ പോകുന്നത് തന്നെ. വെറുതെ വീമ്പ് പറഞ്ഞ് നിൽക്കാതെ പോടാ എൻ്റെ മുന്നിൽ നിന്ന്. ശരി, ഞാൻ പോയേക്കാം. പണ്ടൊരിക്കല് ഇന്ദ്രനും എന്നെ ഇതുപോലെ ഒഴിവാക്കി വിട്ടതാ, ഒരു നികൃഷ്ട ജീവിയെ പോലെ. എന്നെ കാണുമ്പോൾ അവൻ ഒഴിഞ്ഞു നടക്കുമായിരുന്നു. പക്ഷെ ഒരാവശ്യം വന്നപ്പോൾ അവൻ എന്നെ തേടി വരേണ്ടി വന്നു. വിനയാ, നീ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പഴയതൊന്നും മനസ്സിൽ വെക്കാതെ അവനെ സഹായിക്കുകയും ചെയ്തു. അതെന്താണെന്ന് രഘുവേട്ടനും അറിയാലോ. അതുപോലെ ഒരു ദിവസം രഘുവേട്ടനും എൻ്റെ അടുത്ത് വരേണ്ടി വരും. അത് ഈ വിനയന്റെ ഒരു വിശ്വാസമാണ്. എന്നാ ശരി രഘുവേട്ടാ, കൂടുതൽ സംസാരിച്ച് വെറുപ്പിക്കുന്നില്ല. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ? ആ, ഇന്നലെ നീ വാക്കു മാറിയെങ്കിലും ഇന്ന് ഹർഷ എന്നെ വിളിച്ചല്ലോ. ഞാൻ വിചാരിച്ചത് നീ രവിയുടെ വീട്ടിൽ നിന്ന് ഉടനെ ഒന്നും തിരിച്ചു വരില്ലെന്നാ. ഞാൻ എന്റെ വീട് വിട്ട് ഒരു ദിവസത്തിൽ കൂടുതൽ വേറെ എവിടെങ്കിലും നിൽക്കൂ? ഓ, ഇത് തന്നെ ഞാൻ രവിയേട്ടനെ പിണക്കണ്ടാന്ന് കരുതി പോയതല്ലേ. ഓ, പിന്നെ ആന്റിയെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് പെട്ടെന്ന് വാക്ക് മാറ്റി പറയേണ്ടി വന്നതില് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. നീ പെട്ടെന്ന് രവിയുടെ കൂടെ പോവാന്ന് പറഞ്ഞപ്പോ എനിക്കും വിഷമം തോന്നി ഹർഷേ. ഹാ, അതൊക്കെ പോട്ടെ. ഭർത്താവിന്റെ വീട്ടിലെ വിഷു ആഘോഷം എങ്ങനെയുണ്ടായിരുന്നു ഹർഷേ? നാട്ടിൻ പുറത്തെ വിഷുവിന് എപ്പോഴും ആ പഴയ തനിമയുണ്ടല്ലോ. ആ, ആ. കുറെ കാലത്തിന് ശേഷം പോയതുകൊണ്ട് എല്ലാവർക്കും ഒരു മതിപ്പും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മോൻ ജനിച്ചതിന്റെ ഒരു സന്തോഷം രവിയേട്ടന്റെ വീട്ടുകാർക്കുണ്ടായിരുന്നു. ഓ, ആ, ആ, അല്ല, ആന്റി വീട്ടിൽ വിഷു ആഘോഷിച്ചില്ലേ? ആ, ഇന്ദ്രൻ പഞ്ചരത്നത്തിൽ പോയി കാണുമല്ലേ? അവൻ പഞ്ചരത്നത്തിൽ പോയെങ്കിലും ആഘോഷത്തിലൊന്നും പങ്കെടുത്തില്ല. വിഷുസദ്യ പോലും കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിയെന്നാ കേട്ടത്. അപ്പൊ അനുപമയോ? അവള് ഇന്ദ്രന്റെ ഒപ്പം വന്നോ? ഇല്ല, അവൾ ഇതുവരെ വന്നിട്ടില്ല. ഇനി അനുപമ എന്റെ വീട്ടിലേക്ക് വരാനും പോകുന്നില്ല. അതെന്താ? അനുപമയെ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന് ആന്റി ഇന്ദ്രനോട് പറഞ്ഞു? അല്ല, അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞില്ല, എന്നാലും ഞാൻ പറഞ്ഞു. പിന്നെ ഇന്ദ്രനുമായിട്ട് വേറെ ചില സംസാരങ്ങളും ഉണ്ടായി.